കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ നടത്തിയ സന്ദർശനം സത്യത്തിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും കനത്ത തിരിച്ചടിയായെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും എന്തെന്ന് ചോദിച്ചാൽ എപ്പോഴും കാര്യങ്ങളെ വളച്ചൊടിച്ച് ഇന്ത്യക്ക് എന്തോ പ്രശ്നം പറ്റുന്നു അല്ലെങ്കിൽ ഇന്ത്യ എന്തോ കുഴപ്പം പിടിച്ചതാണ് എന്ന തരത്തിലേക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ അവരെയാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല, കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഇവർക്ക് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ്. കാരണം 8 ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥർ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നൊരു വാർത്ത വന്നതോടുകൂടി ഇതാണോ മോദിയുടെ നയതന്ത്രം, എന്തൊക്കെ ആയിരുന്നു, അതുപോലെ ജയശങ്കർ എന്തൊക്കെ തള്ളുകള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഒരു പാകിസ്ഥാൻകാരനില്ലേ, ഇത് കാണുന്ന ഒരു പാകിസ്ഥാൻകാരൻ പോലും ഇങ്ങനെയൊന്നും പറയുമോ എന്ന് എനിക്ക് സംശയമാണ്. അവർക്ക് ഇപ്പോൾ ബുദ്ധിയും ബോധമൊക്കെ വന്നിട്ടുണ്ട്. ഒരു ശത്രുവിനോടെന്ന പോലെ, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു തിരിച്ചടി ഏതെങ്കിലും ഒരു കാരണവശാൽ ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു സന്തോഷ പ്രകടനമാണ്. കണ്ടില്ലേ, ഇന്നലെ വരെ എന്ത് തള്ളായിരുന്നു, ഇന്ന് കണ്ടില്ലേ പണി കിട്ടിയില്ലേ, ഇതാണ് പറഞ്ഞത്, ഖത്തർ അങ്ങനെയാണ്, ഖത്തർ ഇങ്ങനെയാണ്, അമീർ ആനയാണ് ചേനയാണ് എന്ന് പറഞ്ഞുള്ള തള്ളി മറിക്കലുകളാണ്. അതായത് ഇവരൊക്കെ പലരുടെയും വാർത്താ അവതരണങ്ങൾ കാണുമ്പോൾ ഇവർ പ്രവർത്തിക്കുന്നത് ഖത്തറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണെന്നൊക്കെ തോന്നിപ്പോവും. കാരണം ഇവരുടെ നിലപാടുകൾ അങ്ങനെയാണ്. ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയാൽ ഒരു ആശ്വാസം എന്നതുപോലെയാണ് പല മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളുമൊക്കെ ചർച്ചകളിലും റിപ്പോർട്ടിങ്ങിലുമൊക്കെ കാണിക്കുന്ന ഒരു വ്യഗ്രത കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. അപ്പോൾ ഈ ഖത്തറിൽ ആ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ചർച്ചകൾ കണ്ടു. ഇപ്പോൾ ഒരുപാട് പല ചാനലുകളിലും അടുപ്പുകൂട്ടി ചർച്ചകളും ഉണ്ട്. അപ്പോൾ ഇത്തരം ചർച്ചകളിലൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും, ചേട്ടാ ഇത് ഇന്ത്യക്കാർ തന്നെയാണോ നീയൊക്കെ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം നമ്മളിത് കാണുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സൈഡ് പിടിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കള്ളമൊന്നും പറയണ്ട. ഇന്ത്യക്ക് എവിടെയെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായും 8 ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തിരിച്ചടിയാണ്. ഇപ്പം നരേന്ദ്രമോദി ഭരിച്ചാലും മൻമോഹൻ സിംഗ് ഭരിച്ചാലും ഇന്ത്യ നമ്മളേതാണല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിനാണ് അവിടെ തിരിച്ചടി ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാവുന്നത് ഒരു വിഷമമാണ്. അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം, എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചെത്തിക്കണം എന്നുള്ളൊരു ചിന്തയാണല്ലോ നമുക്കുണ്ടാവുക. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ആ ഒരു വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്ന സമയത്താണ് മാധ്യമങ്ങൾ വന്നിരുന്ന ഒരുതരം ആഘോഷ പ്രകടനങ്ങൾ ചില മാധ്യമങ്ങൾക്ക് ഇത് ഇന്ത്യക്ക് വേണം എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇൻട്രസ്റ്റിംഗ്ലി ഇപ്പോൾ ഈ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയതന്ത്ര ഇടപെടൽ ഉണ്ടാവുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ വിവരവും ബുദ്ധിയും ബോധവുമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ പറഞ്ഞു ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. ചില പണ്ഡിതന്മാരെന്ന് നടിക്കുന്ന കുറച്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ട്. മുൻകാലങ്ങളിൽ ഉദ്യോഗസ്ഥരായിരുന്നാണ്, ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ പണ്ഡിതന്മാരെന്ന് നടിക്കുന്ന ചിലർ പറഞ്ഞു ഖത്തർ ഭയങ്കര സംഭവമാണ്, ഖത്തറിനെ നമ്മൾ അങ്ങനെ വില കുറച്ചൊന്നും കാണാൻ പറ്റില്ല, അവർക്ക് ഇന്ത്യയോട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അവരെ G20 വിളിക്കണമായിരുന്നു, അവർക്ക് വലിയ അസ്വസ്ഥതയാണ് അത് കാരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ഖത്തറിന് ഫേവറബിൾ ആയിട്ട് സംസാരിച്ച പലരും ഉണ്ട് കേട്ടോ. പക്ഷെ ചിലർ പറഞ്ഞു, ചില മാധ്യമ പ്രവർത്തകരും നമ്മുടെ ജയശങ്കറിനെ പോലെയുള്ള നിരീക്ഷകരുമൊക്കെ പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇന്ത്യയിൽ ഒരാളെയും തൊടാൻ പോകുന്നില്ല ഖത്തർ, കാരണം അവർക്കറിയാം ഇത് നടക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പൗരന്മാർ അവിടെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ ചാടിയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ മോദി നേരിട്ട് ഇതിനിടയിൽ അമീറിനെ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അജിത് ഡോവൽ നമ്മുടെ ഖത്തറിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ ജയശങ്കറിന്റെ ഇടപെടൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് നയതന്ത്ര തലത്തിൽ ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇന്ത്യ ഇടപെടുകയാണ്. ഇന്ത്യ കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഈ 8 പേരെയും ആദ്യം ഈ പറയുന്ന വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നു, പിന്നീട് അവരെ മുക്തമാക്കുന്നു. അവരുടെ ഒരു കേസും അവരുടെ പേരിലില്ല, അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ ഈ സമയത്ത് അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് എന്ന് തലക്കെട്ട് കൊടുക്കാൻ ചിലർക്കൊക്കെ മടിയാണ്. ഇവർക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് അത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയമാണ്, ഇന്ത്യയുടെ അല്ലെങ്കിൽ മോഡിയുടെ തിരിച്ചടിയാണ്, മോഡിക്കേറ്റ തിരിച്ചടിയാണെന്നൊക്കെ പറഞ്ഞ് തലക്കെട്ടുകൾ എഴുതിയവർക്ക് പക്ഷെ പിന്നീട് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയത്തെ ആഘോഷിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അത്തരം ഒരു തലക്കെട്ടോടുകൂടി വാർത്ത എഴുതാൻ പറ്റുന്നില്ല. ചില നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ വളരെ നാഷണലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന മാധ്യമങ്ങൾ മലയാളത്തിൽ നിന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. ഞാൻ പേര് പറയുന്നില്ല, ഒത്തിരി മാധ്യമങ്ങളുണ്ട്. പേര് പറയാത്തത് അത്തരം ഒരു പ്രൊമോഷനോ വിമർശനമോ പേരെടുത്തതിനകത്ത് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. കാരണം മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായ നിലപാടുകൾ എടുക്കാം. തീർച്ചയായും നമുക്ക് എടുക്കാൻ പറ്റുന്നത് പോലെ അവർക്കും അവരുടേതായ നിലപാടുകൾ എടുക്കാം. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ അതിരുവിട്ടു എന്ന് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മാധ്യമ സ്വാതന്ത്ര്യത്തെയൊന്നും നമ്മളാരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് തന്നെ ബഹുമാനിക്കണം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിൽ സന്ദർശനം നടത്തുകയും അവിടെ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും മോദിക്ക് ഒരു ഗംഭീര സ്വീകരണം ഖത്തർ ഒരുക്കി നൽകുകയും ചെയ്തതോടെ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള പലരുടെയും കിളി പോയിരിക്കുകയാണ്. എന്താണ് പറ്റുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല.
ഒരു വശത്ത് ഇവർ വിചാരിച്ചു UAE-യുമായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യ മെച്ചപ്പെടുത്തിയിരിക്കുന്നത്, മോദിയും UAE-യും തമ്മിലുള്ള ഒരു ബിസിനസ് പാർട്ണർഷിപ്പാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സൗദി ആണെങ്കിലും ബിസിനസ് താല്പര്യങ്ങളാണ് ഇന്ത്യയോടുള്ളത്, അതാണ് ഈ അടുപ്പത്തിൻ്റെയൊക്കെ കാരണം. പക്ഷെ ഖത്തർ അങ്ങനെയൊന്നുമല്ല. 2 ആഴ്ച മുമ്പ് വരെ പറഞ്ഞത് ഖത്തർ കുറച്ച് ഡിഫറൻ്റ് ആണ്, ഖത്തർ വലിയ പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട് ഖത്തർ അമീറിന്റെ സൗഹൃദവും ഇടപെടുന്ന രീതിയും ഖത്തർ ഗവൺമെന്റും ഭരണകൂടം മോദിക്ക് നൽകിയ സ്വീകാര്യതയും സ്വീകരണവും ഒക്കെ കണ്ടപ്പോൾ പലരുടെയും കിളി പോയിരിക്കുകയാണ്. ഇതെന്താണ് പറ്റുന്നത്? നമ്മളിവിടെ നാഴികയ്ക്ക് 40 തൊട്ടും ഹിന്ദുത്വവാദി, ഹിന്ദുത്വ ഭീകരവാദി, RSS ഭീകരത, BJP ഭീകരത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വച്ച് കാച്ചിട്ടും ഇതൊന്നും റിയൽ ആയിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നതാണ് പലരുടെയും ആശങ്ക. നോക്കൂ, ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം, അവരുടെ പൂർവികരുടെ കാലത്തുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ചും അവർക്കറിയാം. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ ആക്രമണങ്ങൾ, ഇന്ത്യ നേരിട്ടിട്ടുള്ള വൈദേശിക ആക്രമണങ്ങൾ, നമ്മൾ ബ്രിട്ടീഷുകാരെ പറയുന്നത് പോലെ ഒരു കാലത്ത് ഇവിടെ വൈദേശിക ആക്രമണങ്ങൾ മുഗൾ സാമ്രാജ്യത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ കാലത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു ചരിത്രം അവർക്കൊക്കെ അറിയാം, ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിലപാട് അവർക്കറിയാം, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്ന് അവർക്കറിയാം. ഇവിടെ എല്ലാവർക്കും ഈ ഭരണഘടനയിൽ മതേതരത്വം എഴുതി ചേർക്കുന്നതിന് മുമ്പും ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടായിരുന്നു. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ മതേതരത്വം എന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടല്ല സഹകരിക്കാൻ തുടങ്ങിയത്, സ്നേഹിക്കാൻ തുടങ്ങിയത്, കഴുത്തി കൈയിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ കൂട്ടുകാരായി മാറിയത്. ഇവിടെ നമ്മൾ മതേതരത്വം എന്ന് ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. നമ്മൾ ഇവിടെ ഒറ്റക്കെട്ടാണ് ഈ രാജ്യത്തിനകത്ത്. ഇവിടെ അത്തരം വേർതിരിവൊന്നും നമുക്കിടയിലില്ല. ആ വേർതിരിവ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത്തരം ശ്രമങ്ങൾ വിജയം കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ വിഭജിച്ചത്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനർത്ഥം ഇന്ത്യ എപ്പോഴും അങ്ങനെയാണെന്നല്ല. ഈ രാജ്യത്ത് ഇന്ത്യൻ കൾച്ചറിൽ അടിസ്ഥാനപരമായി തന്നെ മതേതരത്വം ഉണ്ട് എന്ന് ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മതരാഷ്ട്രങ്ങൾക്കാണ്. കാരണം ഒരു അറബ് രാജ്യത്തിനും ഇന്ത്യയെപ്പോലെ വിശാലമായൊരു മതേതരത്വ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. മത നിയമങ്ങൾക്ക് അനുസരിച്ച് കഴിയുന്ന അല്ലെങ്കിൽ മത നിയമങ്ങൾക്കും മതത്തിനും പ്രാധാന്യം കൊടുക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയെ കുറ്റം പറയാൻ പറ്റുന്നത്? ഇന്ത്യ നൽകുന്ന സ്വാതന്ത്ര്യം ഇവിടെയുള്ള ഈ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും നൽകുന്നത് പോലുള്ള സ്വാതന്ത്ര്യം നൽകാൻ ഖത്തറിനോ സൗദിക്കോ UAE-ക്കോ ഒന്നും പറ്റില്ല. ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിന് സ്ഥലം അനുവദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം അവരുടെ മതപരമായ കുറേയേറെ ഒരിക്കലും ലംഘിക്കാൻ കഴിയാത്ത ആചാരങ്ങളുണ്ട്. അത് എല്ലാ മതവിശ്വാസികളും പാലിക്കേണ്ടതാണ്. അത്തരം സ്വാതന്ത്ര്യം ഒന്നും തന്നെ ഈ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ കിട്ടുന്നത് പോലെ ഈ രാജ്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഇന്ത്യയെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ തന്ത്രപരമായ മേഖലയിലേക്ക് ബന്ധം മെച്ചപ്പെടുത്തുകയാണ്. വ്യാപാരം, നിക്ഷേപം, ഊർജം, ധനകാര്യം തുടങ്ങിയ മേഖലകളിലേക്ക് ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താനും വിപുലീകരിക്കാനുമുള്ള ചർച്ചകളാണ് ഇന്ത്യയും അതുപോലെ തന്നെ ഖത്തറും തമ്മിൽ നടത്തിയിരിക്കുന്നത്. 2 ദിവസത്തെ UAE പര്യടനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ദോഹയിലേക്ക് എത്തിയത്. ഖത്തർ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നു. ഇന്ത്യ ഖത്തർ സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അതിനുശേഷമാണ് മോദി അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. സോ എല്ലാ തരത്തിലും ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം ഈ സാഹചര്യത്തിൽ മെച്ചപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇവിടെയുള്ള ആന്റി ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജ്യം ഇന്ത്യക്കെതിരായി നിലപാടെടുത്തെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും ദഹിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇന്ത്യ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ജാതി മത ഭേദമില്ലാതെ ഒരു സൗഹൃദ ഹസ്തങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും ബന്ധമുണ്ട്. നമ്മുടെ അകത്തും ഇവിടെയും ജാതിയും മതമൊന്നും പറഞ്ഞ് തമ്മിലടിക്കാതെ നമുക്ക് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒപ്പം എല്ലാവരും വികസിക്കട്ടെ, എല്ലാവരും വളരട്ടെ, എല്ലാ രാജ്യങ്ങളും വളരട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ. അതിന് വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. കാരണം അടിസ്ഥാനപരമായി വസുധൈവ കുടുംബകം എന്നതാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയം.